നമസ്കാരം. കേരള ക്രിക്കറ്റിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും എല്ലാവരും ഇപ്പം മുംബൈ ഫാനായി. കെ കെ ആറിൻ്റെ ഫാൻസും പഞ്ചാബിൻ്റെ ഫാൻസും എല്ലാവരും ഇപ്പം മുംബൈ ഫാനായിട്ടുള്ളത്. രോഹിത് ശർമ്മ, തിലക് ഇവരെയാണ് ആശ്രയിക്കുന്നു. പിന്നെ മുംബൈ ജയിക്കണം, എന്നാലേ പഞ്ചാബിനും ജയിക്കാനും സാധ്യത ഉള്ളൂ അല്ലേ? ആര് ജയിക്കുന്നേ? ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. ക്യാമറയിൽ ഇല്ല. മുംബൈ കനിയണം, എന്നാലേ മുംബൈക്ക് ഇനി റഷ്യല്ലോ. ആറിനെ റഷ്യല്ലോ. അടുത്തിടയ്ക്ക് പറയുന്ന മാറിപ്പോന്നുണ്ട്. ഇന്ന് മുംബൈ ജയിച്ചാലേ പഞ്ചാബിനും KKRനും ചാൻസ് ഇല്ലോ. ഇന്ന് മുംബൈ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. ഇന്ന് മുംബൈ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ പഞ്ചാബും KKRനും പുറത്തായി. ഇന്നലെ പഞ്ചാബ് ജയിച്ചപ്പോ DC പുറത്തായില്ലേ? DC പുറത്തായി, ഉറപ്പല്ലേ? അപ്പം KKRലെ പഞ്ചാബ് ഇന്ന് പൊട്ടണം. ഇവർക്ക് ഉണ്ടാക്കിയ ചാൻസ് ഇല്ല. ഇനി ഇന്ന് പൊട്ടിയാലും മറ്റവർ ജയിച്ചാലും അടങ്ങാറാണ്. മറ്റേത് ഇന്ന് പൊട്ടി, 6 പൊട്ടി. മറ്റന്നാളെ ഇന്ന് തന്നെ രാത്രി KKR ജയിച്ച് റൺറേറ്റ് ജയിക്കണം. അതവർ നോക്കല്. 77 റൺസിനോ അല്ലെങ്കിൽ 47 ബോള് ബാക്കി നിൽക്കെ ജയിക്കണം. ടാസ്ക് തന്നെ അല്ലേ? ഒരു 300 റൺസ് വേണ്ടി വരും ഫസ്റ്റ് ആയിട്ട്. സെക്കൻഡ് ആയിട്ട് ഉണ്ടെങ്കിൽ 47 എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കയ്യില എന്തായാലും ചാൻസ് കുറവാണ്. മാക്സിമം ചാൻസ് കുറവാണ്. ശ്രമിക്കും. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പൊട്ടുന്നതിന് വെച്ചിട്ട് ശ്രമിക്കും. എല്ലാവരും ശ്രമിക്കും. വിക്കറ്റ് പോയാലും എല്ലാം അടിക്കും. ബോളറും അടിക്കും, മാക്സിമം അടിക്കും. ഇത് ഉറപ്പാണ്. ഇപ്പോൾ മുംബൈ ജയിക്കാൻ വേണ്ടിയിട്ട് KKR ഫാൻസ് എല്ലാം രോഹിത് ശർമ്മ പഠിക്കാൻ. മുംബൈ ജയിക്കണ്ടേ? 6 പൊട്ടണ്ടേ? എൻ്റെ ഒരു ഇത് വെച്ചിട്ട് 6 പൊട്ടുന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. വൈഭവിൻ്റെ ശരിക്കും ആ ടീമിനെ കൊണ്ടുപോകും. ശരിക്കും വൈഭവാ, വേറെ ആരുമല്ല. വൈഭവനെയാണ് കൊണ്ടുപോകാം. വൈഭവ അടിച്ചിട്ടില്ലെങ്കിൽ പൊട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യം സെഞ്ചുറി അടിച്ചപ്പോൾ കാര്യം ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം സെഞ്ചുറി അടിച്ചപ്പോൾ പൊട്ടി. എന്നാലും നോക്കാം ആര് ജയിക്കുമെന്ന്. കണ്ടറിയാം, കേട്ടറിയാം. വേറെ ജയിക്കും നോക്കാം. നന്ദി, താങ്ക് യു.